നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വ്യാഴാഴ്ച ചെന്നൈയിൻ എഫ്സിക്കെതിരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് രണ്ടാഴ്ചക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിന് ബ്രേക്കാണ്. ഫെബ്രുവരി പകുതിയോടുകൂടി മാത്രമേ പിന്നെ ബ്ലാസ്റ്റേഴ്സിന് കളിയുള്ളൂ. എതിരാളികൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. ലീഗിലെ കരുത്തരെ നേരിടുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്ന ഈ രണ്ടാഴ്ചക്കാലത്തെ ബ്രേക്ക് ഒരു അവസരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കോച്ച് TG പുരുഷോത്തമൻ പറയുന്നത്. ടീമിനെ നല്ല രൂപത്തിൽ ട്രെയിൻ ചെയ്യാനും കാര്യങ്ങൾ അവിടെ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാനും സഹായകമാകും എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ഒരു ബ്രേക്കിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉപകാരപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ അവർ ടീം. ഞങ്ങളുടെ ടീമിന് അത് ബെനിഫിഷ്യലായിട്ട് മാറും. കാരണം ഞങ്ങൾക്ക് ആ ഒരു ലഭ്യമാകുന്ന സമയം ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയണം. ഞങ്ങൾ എയിം ചെയ്യുന്നത് ഞങ്ങളുടെ ഐഡിയാസും മറ്റുമൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടീം എന്ന നിലയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് വിൽ ബി ഗുഡ് ഫോർ ദി ലോങ് ബ്രേക്ക്. ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മത്സരം വരുന്നത് ഫെബ്രുവരി 15 മാത്രമാണ്. എതിരാളികളാവട്ടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. ലീഗിലെ വമ്പൻ ടീമിനെ നേരിടുന്നതിന് മുമ്പ് രണ്ടാഴ്ചയിൽ ഒരു ബ്രേക്ക്, നല്ലൊരു ക്യാമ്പ് നടത്താനുള്ള ഒരു അവസരം അവിടെയുണ്ട്. ട്രെയിനിങ് ക്യാമ്പിൽ കാര്യങ്ങൾ നല്ല രൂപത്തിൽ നടപ്പിലാക്കുക, പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഇതെല്ലാം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ എന്തായാലും ആരാധകർക്കുണ്ട്. അത് തന്നെയാണ് കോച്ച് പറയുന്നത്. ആ ഒരു ടൈം നല്ല രൂപത്തിൽ ക്യാപിറ്റലൈസ് ചെയ്യുക, അവിടെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ കോച്ചിനുണ്ട്. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അദ്ദേഹം കാണുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.